ബഹളവും നാടുമുടിപ്പീരും ഒക്കെ കഴിഞ്ഞിട്ട് എന്റെ മക്കള് ഒരു പട തന്നെ. കളിയും ബഹളവും ഒക്കെ കഴിഞ്ഞു വരുമ്പോ അമ്മച്ചി വിശക്കുന്നെന്ന് പറഞ്ഞ് തൊള്ള കീറുമ്പോ തിന്നാനായിട്ട് ഇതെല്ലാം ഞാൻ നേരത്തെ വെക്കുമെന്ന് പൊട്ടന്മാർക്കറിയാം. ഇവന്മാർക്കും ഇവന്മാരുടെ തന്തപ്പൊട്ടനും ഇത് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. ജീനി വിശക്കുന്ന ഫുഡ് കൊണ്ടുപോവാ വേഗം. പിന്നെ തൊട്ടു മുന്നേ പാത്രത്തിൽ വിളമ്പി വെച്ചേക്കുന്ന ചാണകമാണോ മനുഷ്യ? ചാണകവും നീ ഉണ്ടാക്കുന്ന ഫുഡും എങ്ങനെ തിരിച്ചറിയും? ഞാൻ തിന്നാം. ഇത് നിന്ന് ഞാൻ ചത്താ നിങ്ങൾക്ക് തന്തയില്ലാതാകും. ഇത് തിന്നില്ലേലും ഞങ്ങൾക്ക് തന്തയില്ലാതാകും. നോക്കിക്കോ, അമ്മച്ചി കൊല്ലു അച്ചാച്ചിയെ. അച്ചാച്ചിയുടെ കാലനായിക്കൊള്ളാന്ന് ശപഥം ചെയ്തു വന്നത് അമ്മച്ചി. മരണം വാതിൽക്കലൊരു നാൾ ജീനിക്കുട്ടിയെ പോലെ നിൽക്കുന്നു. നിന്റെയൊക്കെ മരണം ചന്തി പൊളിഞ്ഞായിരിക്കുന്നുള്ളത് ഉറപ്പായി. ആദ്യം തല്ലിപ്പൊളിക്കാൻ വന്ന ചന്തി നിന്റെ തന്നെ അടയൂങ്കി. വായടച്ചോ. ഇത്രയും കാലം എന്റെ പുറം തല്ലിപ്പൊളിച്ച പോരാഞ്ഞിട്ട് അവക്കിനി എന്റെ മക്കളുടെ ചന്തി തല്ലിപ്പൊളിക്കാൻ. ജസ്റ്റിസ് ഫോർ അച്ചാച്ചിയുടെ മക്കൾ. മാറിപ്പോയടാ. ജസ്റ്റിസ് ഫോർ അച്ചാച്ചി. അച്ചാച്ചി കാർഡ് ഫ്രൈ റെഡി. അയ്യോ എന്റെ അമ്മയെ, ഞാനിപ്പോ വരുന്നു. എനിക്ക് വിശന്ന് ചത്ത്. വിശപ്പും തീറ്റി അപ്പിടിയിലും മാത്രമല്ലേ ഉള്ളൂ അപ്പനും മക്കൾക്കും. ഷോ ഇറക്കാതെ എണീറ്റ് വാടി ജീനിക്കുട്ടി. അമ്മച്ചി കള്ളി, ഇങ്ങോട്ട് വാടി. നീ ഉണ്ടാക്കുന്ന ആഹാരം നല്ല രുചിയുണ്ടടി. നീയൊക്കെ തിന്നേച്ചതെല്ലാം ബാക്കിയുണ്ട്, ഞാൻ വന്ന് തിന്നോളാടാ. വീക്കുട്ടൻ എന്നാടാ ഫുഡൊന്നും വേണ്ടേ? അവസാനം വന്ന് തിന്നോളാന്നാ പറയുന്നത്. എന്നാ സൂക്ഷിച്ചോ, എന്തോ പണി വരുന്നുണ്ട്. ഫുഡിനകത്ത് വല്ലതും കലക്കിയിട്ടുണ്ടോ ദൈവത്തിനറിയാം. കണ്ടോർക്കുന്നുണ്ടോ അമ്മച്ചി? അമ്മച്ചി വഴക്ക് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾക്കുള്ള പാലിനകത്തവൻ വിമ്മ് കലക്കി വെച്ചത്. ഞാൻ എത്ര നന്നായാലും എന്നെ കുറ്റം പറഞ്ഞോളൂ. ഞാൻ കാണിക്കാൻ എല്ലാത്തിനും പട്ടികളെ. വീക്കുട്ടനേ, ഞാനൊന്നല്ല പറഞ്ഞു, യൂങ്കിച്ചനാണേ. യൂങ്കിച്ചന്റെ പാത്രത്തിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. പക്ഷേ എനിക്ക് തൊട്ടി പണി വെച്ചിട്ടുണ്ട് കൊതിയൻ. ഇത് കുടിച്ചിട്ട് തൂറ്റി തൂറ്റി ചാവത്തവൻ. എനിക്കിത് കളിച്ച ഇങ്ങനെ ഇരിക്കും. കൂക്കി ആരെന്നാ വിചാരം? ജിനി, നീ പതുക്കെ തിന്ന്. നീ ഉണ്ടാക്കിയതൊക്കെ ശരി എന്ന് കരുതി ഞങ്ങൾക്കുള്ളതും കൂടെ നീ കാലിയാക്കില്ല. മനുഷ്യ വലിയ ആളൊന്നും കളിക്കണ്ട. എന്റെ മുന്നിൽ ഒരു പ്ലേറ്റ് ബീഫ് കറിയും നിങ്ങളും വേണോന്ന് ചോദിച്ചാ ഞാൻ ബീഫേ എടുക്കുള്ളൂ. നിങ്ങളുടെ വലിയൊരാള്. ഈ വിനാഗിരി കുടിച്ച് യൂങ്കിച്ചിന് അപ്പിയിട്ട് ചാവന. എന്റെ ലക്ഷ്യം അതാ. അച്ചാച്ചിയുടെ പൊന്നു വാവച്ചി, ഇത് കഴിച്ചേ. സ്പെഷ്യൽ ആയിട്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ യുങ്കിച്ച വന്ന് തിന്ന്. എന്താ കൂക്കി? പണ്ട് ബർഗറിനകത്ത് ചീസിന് പകരം കോഴിത്തേട്ടം പരട്ടിയ പോലെ ഇന്ന് ഇതിനകത്ത് വെള്ളം പരട്ടിയിട്ടുണ്ടോ? ഈശോയെ, ഓർമ്മിപ്പിക്കല്ലേ എന്റെ അമ്മച്ചി. എന്നാ ഈ കുട്ടിത്തെ വാങ്ങിനെ ഞാൻ ചവിട്ടി അരയ്ക്കും. പട്ടി യുങ്കിച്ച, പട്ടി നിന്റെ അച്ഛനാടാ കൂക്കി, കുട്ടി പിശാചേ. കറക്റ്റ്. യുങ്കിച്ചിന് അച്ചാച്ചിനെ അത്തേരെ വിളിച്ച മനസ്സിലായില്ലേ? പാവ അച്ചാച്ചിക്ക് അത് മനസ്സിലായില്ലേ വീക്കുട്ടാ? മനസ്സിലായി. ഞാൻ പൊട്ടണമൊന്നുമല്ല. നിങ്ങളുടെ അമ്മച്ചിയുടെ അച്ചാച്ചിയാന്ന് ഓർത്താ ഞാൻ മിണ്ടാതിരുന്നത്. അച്ചാച്ചി മംഗലശ്ശേരി കേറി കളിക്കണ്ട, അമ്മച്ചിയായിട്ട് അടക്കും. അതെ, ഒരു യുദ്ധം കാണാനുള്ള മൂഡിലല്ല ഞാൻ. എന്താ വായ്ത്തറ ചിരിക്കാൻ? ഇവളുടെ മംഗലശ്ശേരിയിൽ എന്നാ മാങ്ങാ പുഴുങ്ങി വെച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പ്ലാപ്പറമ്പിൽ ചക്ക പുഴുങ്ങി വെച്ചിട്ടുണ്ടോ? തുടങ്ങി പൂരം. ഇവളാരാ? ജൂണിനോടാ ഇവളുടെ കളി. ജൂൺ ആണേലും ഏപ്രിൽ ആണേലും അമ്മച്ചിയുടെ അടുത്ത് വരുമ്പോ ഡിസംബർ ആകണം. ഇച്ചിരി തണുത്തോ, ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാ. ഇല്ലെങ്കിൽ മംഗലശ്ശേരി ജീനി ആരാന്ന് അപ്പനെ മക്കളെ ഞാൻ കാണിക്കും. നീ പുളുത്തും. അമ്മച്ചി ഒന്ന് ശാന്തയാവ്. ഇയാളെ ഞാനിത് കൊല്ലും. നീ നോക്കി മാറി ചെന്നിട്ട് നീ അങ്ങോട്ട്.